അച്ഛനാ പണം തട്ടിയെടുത്തത് സുധീഷ് തന്നെയാണെന്ന് തറപ്പിച്ച് പറയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവൻ നിന്നെ വരെ എന്തെങ്കിലും ചെയ്യാൻ മടിക്കില്ല. ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ വെറുതെ ഇവിടെ ഇരുന്നാൽ മതി. ജോലിക്ക് പോകുന്നെങ്കിൽ പോക്കോ, എല്ലാം ഇനി നിൻ്റെ ഇഷ്ടം. നിധിയാണെങ്കിൽ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അച്ഛൻ പോയി കഴിയുമ്പോൾ ആരും പറയും, നീ ഓരോ തീരുമാനം എടുത്തതിൻ്റെ പേരിലേ സംഭവിച്ചതൊക്കെ കണ്ടില്ലേ, ഇനിയെങ്കിലും അതൊന്ന് തിരുത്താൻ നോക്ക്. അമ്മയും വന്ന് പറയും, ഇത്രയും പേരും പറഞ്ഞിട്ട് നിനക്കെന്താ ഒന്നും മനസ്സിലാവാത്തത്. അമ്മ നിധിയെ കുറേ ഉപദേശിക്കുകയാണ്. ഹരീഷും സുഭാഷും നികേഷും കൂടെ സുധിയെ തപ്പി ഇറങ്ങിയതാണ്. അവർ പറയും, നമ്മളെ സുധിയൊന്നും നോക്കാതെ അവിടെ പോയിട്ട് സംസാരിച്ചിട്ടൊരു കാര്യമില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഹരീഷിനെ നീതു ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും. നീതുവിൻ്റെ കോൾ എടുത്തിട്ട് ഹരീഷ് ചൂടാവുകയാണ്. രാത്രി 2 മണിയായി. ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഞാൻ നല്ല ടെൻഷനിലാണ്. നീതു ആണെങ്കിൽ വിടുന്നില്ല. നീതു അയ്യോ എന്നെ മടുത്തു തുടങ്ങിയല്ലേ, നിൻ്റെ കൂടെ ആരാ പറ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരും. ഹരീഷ് ആ ഫോണെടുത്ത് വലിച്ചെറിയും. സുഭാഷ് നികേഷ് ചോദിക്കും, എന്താടാ എന്ത് പറ്റി, ആരാ വിളിച്ചത്? ഹരീഷ് പറയും, ഒരു കസ്റ്റമറാ, എപ്പോഴും ഇങ്ങനെ വിളിച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. സുധീഷിനെ കസാരയിലിരുത്തി അവർ ഫുഡ് കഴിക്കാൻ പോവാണ്. സുധീഷ് നോക്കുമ്പോൾ നിലത്തൊരു ഫോൺ കാണും. സുധീഷ് പതുക്കെ ആ ഫോണിൻ്റെ അടുത്തേക്ക് കസാര നീക്കും. എന്നിട്ട് സുധീഷ് മനസ്സ് പറയും, ലോക്കുണ്ടാവരുതേ, ലോക്കുണ്ടായാൽ ഞാൻ പെട്ടു. സുധീഷ് ഫോണ് കാലുകൊണ്ട് ഓണാക്കി നോക്കുമ്പോൾ ലോക്കുണ്ടാവില്ല. സുധീഷ് കാലുകൊണ്ട് ഹരീഷിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് വിളിക്കും. ഹരീഷിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. പക്ഷേ സുധീഷ് വേഗം സുഭാഷിൻ്റെ നമ്പറിൽ വിളിക്കും. ആദ്യം സുഭാഷ് എടുക്കില്ല. പിന്നെയും കോൾ വരുമ്പോൾ സുഭാഷ് പറയും, ഇത് ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് വിളിക്കുന്ന. ഹരീഷ് പറയും, എടുത്തു നോക്കുക ചേട്ടാ, ചിലപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിലോ. നികേഷും അത് തന്നെ പറയും. സുഭാഷ് ഫോൺ എടുക്കുമ്പോൾ സുധീഷ് പറയും, സുഭാഷ് ചേട്ടാ ഞാനാ സുധീഷ്. സുഭാഷ് ചോദിക്കും, നീ ഇത് എവിടെയാടാ? സുധീഷ് കാര്യങ്ങളൊക്കെ പറയാണ്. സുഭാഷ് ചോദിക്കും, നീ ഇപ്പോൾ എവിടെയുള്ളത്, ഏത് സ്ഥലം പറയാന്ന് പറയും. സുധീഷ് പറയും, തക്കലയിൽ എവിടെയാണ്? എടാ ഞങ്ങളും തക്കലയിലുള്ളത്, നീ കറക്റ്റ് സ്ഥലം പറ. സുധീഷ് ആലോചിച്ച് ഒരു ഏകദേശമൊക്കെ പറഞ്ഞു കൊടുക്കും. സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടുവന്നാൽ പ്രശ്നമാകും. ഞാൻ കട്ട് ചെയ്യാണ്. കോള് കട്ട് ചെയ്യുമ്പോഴേക്കും അവിടേക്ക് ഗുണ്ടകൾ വരും. അവർ ചോദിക്കും, നീ ഇപ്പം എന്താടാ തട്ടിക്കളഞ്ഞ്? സുധീഷൊന്നും മിണ്ടില്ല. അവർ സുധീഷിനെ അടിക്കും. അവർ നോക്കുമ്പോൾ ഫോണ് കിട്ടും. ഫോണിൽ ഒരു കോള് പോയത് അവർക്ക് മനസ്സിലാവും. അവരാ നമ്പറിൽ വിളിക്കും. സുഭാഷ് എടുക്കുമെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. ഗുണ്ടകളുടെ സൗണ്ട് കേൾക്കുമ്പോൾ സുഭാഷ് കോള് കട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും, അവർ അറിഞ്ഞു. അവർ വേഗം ഇക്കാര്യം അരുണിനെ വിളിച്ച് പറയാണ്. നീതു ആണെങ്കിൽ ഹരീഷ് ഫോൺ എടുക്കാത്തതിൻ്റെ വിഷമത്തിലാണ്. അവൾ ഹരീഷിന് വാട്സപ്പ് മെസ്സേജ് അയക്കാണ്, നീ ഇത്രയും കാലം എന്നെ പ്രേമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലേ, ഇതിനും നല്ലത് നീ എന്നോട് സംസാരിക്കാതെ ഇരിക്കുകയായിരുന്നു. നിധിയാണെങ്കിൽ ടെൻഷനായിട്ട് സുധിയെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ കോള് കിട്ടുന്നില്ല. സുഭാഷും നികേഷും ഹരീഷും കൂടെ ആ ഫാക്ടറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.